Afghanistan, Albania, Algeria, Andorra, Angola, India, Bolivia, Argentina, Armenia, Australia, Austria, Azerbaijan, Bugamask, Bulgaria, Bangladesh. നമ്മളിപ്പോ വെള്ളൂരാണ് ഉള്ളത്. റിഷാനെ കാണാനാണ് എത്തിയിട്ടുള്ളത്. റിഷാൻ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട് അല്ലേ? ആ, അവാർഡൊക്കെ കിട്ടിയാ? അവാർഡ് നാളെ കിട്ടുള്ളൂ. എന്ത് പറഞ്ഞിട്ടാ കിട്ടിയത്? ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ എങ്ങനെയാ പേര് വന്നത് കുഞ്ഞിന്റെ? അമ്മ അയച്ചതാ. രാജ്യങ്ങളുടെ പേര് പറയൂല്ലേ? ആ, 3 മിനിറ്റ് 13 സെക്കൻഡ് കൊണ്ട് 193 രാജ്യങ്ങളുടെ പേരാണ് റിഷാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് രാജ്യങ്ങളുടെ പേരൊന്ന് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ എങ്ങനെയാ പറയാ? Afghanistan, Albania, Algeria, Andorra, Angola, India, Bolivia, Argentina, Armenia, Australia, Austria, Azerbaijan, Bugamask, Bulgaria, Bangladesh, Barbados, Malaya, Belgium, Belize, Bhutan, Bolivia, Bosnia, Botswana, Brazil, Brunei, Bulgaria, Burundi, Devade, Cambodia, Cameroon, South Africa, Zimbabwe, Chad, Chile, Colombia, Comoros, Congo, Costa Rica, മതി മിടുക്കനാണ്. സ്റ്റേറ്റുകളുടെ തലസ്ഥാനം പഠിച്ചു. ഏതൊക്കെയാന്ന് പറഞ്ഞു? ഓരോന്നിട്ട് വഴിയായി പറഞ്ഞു. ആന്ധ്രാപ്രദേശ്, അമരാവതി, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ആസാം, ദിസ്പൂർ, ബീഹാർ, പട്ന, ഛത്തീസ്ഗഡ്, ജയ്പൂർ, ഗോവ, പനാജി, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ഷിംല, ജാർഖണ്ഡ്, രാഞ്ചി, കർണാടക, ബംഗളൂരു, കേരള, തിരുവനന്തപുരം, മധ്യപ്രദേശ്, ഭോപ്പാൽ, മഹാരാഷ്ട്ര, മുംബൈ, മണിപ്പൂർ, ഇംഫാൽ, മേഘാലയ, ഷില്ലോങ്, മിസോറാം, അസം, നാഗാലാൻഡ്, കൊഹിമ, ഒഡീഷ, ഓലഷ്, പഞ്ചാബ്, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, ജയ്പൂർ, സിക്കിം, ഗേട്ടോ, തമിഴ്നാടു, ചെന്നൈ, തെലങ്കാന, ഹൈദരാബാദ്, ത്രിപുര, അഗർത്തല, ഉത്തർപ്രദേശ്, ലക്നൗ, ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ, വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. ആഹാ, എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനം പറഞ്ഞു അല്ലേ? ഇത് ആരാ പഠിപ്പിച്ചിരുന്നു മോനെ? അമ്മയാണ് പഠിപ്പിച്ചിരുന്നത്. എങ്കിൽ അടങ്ങിയിരിക്കുവോ നീ ഇത് പഠിക്കാൻ വേണ്ടിട്ട്? അല്ല, അമ്മ പിറകെ ഓടി നടന്ന് പഠിപ്പിച്ചരണോ? അടങ്ങിയിരിക്കും. ഇപ്പൊ LKG കഴിഞ്ഞ് ഇനി UKG-ലേക്കാ അല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? അതെ, സ്കൂളിൽ എല്ലാവരും ഇതുപോലെ പറഞ്ഞു കൊടുക്കുവോ? ഒന്നിച്ചുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവോ രാജ്യങ്ങളുടെ പേരൊക്കെ? അപ്പൊ അവരും അതുപോലെ പറയാൻ ശ്രമിക്കുവോ മോൻ പറയുന്നത് പോലെ? ശ്രമിക്കും. പക്ഷെ ആവാറുണ്ടോ അവരിക്കും? ചെറുതൊക്കെ ആവൂല്ലേ? ഇനിയും കൊറേ പഠിക്കണമെന്നുണ്ടോ ഇതുപോലെ? ഉണ്ട്. ആഹാ, ഇങ്ങനെ വലിയൊരു അച്ചീവ്മെന്റ് വന്നു. ഇന്ന് രാവിലെ ആരോ മോനെ കാണാൻ വന്നത്? ഇന്ന് രാവിലെ ആരോ കാണാൻ വന്നല്ലോ മോനെ? MLA വന്നോ? നിയുക്ത MLA. എന്നിട്ട് അവർക്കും പറഞ്ഞു കൊടുത്തു ഇങ്ങനെ? വലിയ സന്തോഷമായി. അപ്പൊ റിഷാന്റെ അമ്മ എന്റെ കൂടെ ഉണ്ട്, രേഷ്മയാണ്. അപ്പൊ ഇവൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ബൈഹാർട്ട് ചെയ്യുന്ന എപ്പോഴാ മനസ്സിലായത്? ഒരു 3 വയസ്സിലൊക്കെ ഇനി മനസ്സിലായി. കുട്ടി നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും അവനെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് അത് പറയണ്ടായി, അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ. അപ്പൊ നമ്മളിങ്ങനെ ടിവിയിലൊക്കെ കാണുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ കയറിയത്. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാനിങ്ങനെ ഓരോന്ന് എനിക്ക് കിട്ടുന്ന ഒരു 10 മിനിറ്റ് ഒക്കെ ഞാൻ ഇരുന്ന് ഒരു 10 കൺട്രി നെയിം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ അവൻ പറയും. ഒരു ദിവസം ഒരു 10 കൺട്രി വെച്ച് പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ചതാണ് ഇത്രയും എത്തിച്ചത്. എത്ര വൈകി കഴിഞ്ഞാലും നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഉറങ്ങാറുള്ളൂ. അത് അങ്ങനെയുണ്ട്. പിന്നെ ഫ്ലാഗ് ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ജില്ലകളെ രാജ്യങ്ങളുടെ ഫ്ലാഗ് ഒരു 20 കൺട്രി ഫ്ലാഗ് കുട്ടി പറയും. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ജില്ലകളും പറയാനുണ്ട്. ഇവന്റെ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യണത്. ലിറ്റിൽ ഹാർട്ട് സ്കൂളാണ്, നോർത്ത് പറവൂര്. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യണത്. മുമ്പ് കബഡി താരോ? അതെ, മുമ്പ് ഞാൻ നാഷണൽ കളിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും നാഷണൽ പ്ലെയർ ആയിരുന്നു. ഇവന്റെ ചേച്ചിയുണ്ട്, മൂത്ത കുട്ടി. ആ കുട്ടി നാഷണലിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, ഷോർട്ട് പുട്ടിലും കബഡിക്കും. ഇപ്പൊ 7th ഷോർട്ട് പുട്ടിലും കബഡിക്കും. അപ്പൊ
സ്കൂളില് ഇവന്റെ സ്കൂളിൽ തന്നെ ആവുമ്പോൾ കുഞ്ഞിന്റെ ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയുന്നത് ക്ലാസ്സിൽ മറ്റു പഠിപ്പിക്കുമ്പോഴൊക്കെ എങ്ങനെയാ? അത് ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര താല്പര്യമാണ്, കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് അവൻ പഠിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ ഇത് വെറുതെ ഇരിക്കും. അങ്ങനെയാണ് അവളുടെ ശീലം. 3 വയസ്സിൽ എങ്ങനെയാ തന്നെ ന്യൂട്ടൺസ് ലോ ഒക്കെ പറയും. ന്യൂട്ടൺസ് ലോ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താന്ന് പറയും, എക്സ്പ്ലെയിൻ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമ്മൾ മൈക്രോസോഫ്റ്റ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ബിൽ ഗേറ്റ്സ് ആണെന്ന് പറയും. അതുപോലെയുള്ള അറിവുകൾ അവൻ പറയും, ചെയ്യും. പിന്നെ അവനുള്ള കൗതുകമാണ് എപ്പോഴും. ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്നൊക്കെയാണ് എന്നോട് എപ്പോഴും ചോദിക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കും. തീർച്ചയായും കുഞ്ഞുങ്ങൾ എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചോദ്യങ്ങൾ എപ്പം നിൽക്കുന്നോ അപ്പൊ അവരുടെ പഠനവും നിൽക്കുന്നു. ചോദിച്ചു വളരട്ടെ അവൻ, അമ്മയുടെ ആഗ്രഹം പോലെ വലിയൊരു നിലയിൽ എത്തട്ടെ. എല്ലാ ഭാവുകങ്ങളും മോനെ നേരുകയാണ്. നന്ദി. താങ്ക് യു.